പോയി. മാഷാ അല്ലാഹ് എൻ്റെ ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഷാർക്കിനെ പിടിക്കാൻ വേണ്ടി നമുക്ക് ആദ്യം നെയ്സറാണ് വേണ്ടത്. ഇപ്പോൾ ഒരു 20 ഗ്രാമിൻ്റെ ഏതെങ്കിലും ഒരു ചെറിയ ജിഗ് മതി കേട്ടോ. ചെറിയ ജിഗ് നമ്മളധികം ദൂരക്കൊന്നും ഉണ്ടാകുന്ന ഒരു ഇത്ര ഭാഗം, ഇത്രയും അധികമാണ്. നമ്മളതിട്ട് നല്ല ഇങ്ങനെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ തന്നെ നെയ്സറോ ചെറിയ ഹമ്മൂറോ, റെഡ് കളർ ഹമ്മൂറാണെങ്കിൽ ബെസ്റ്റ്. അടിച്ച് ഗൈസ്, അപ്പോൾ നമ്മൾ ഒരു 4-ൻ്റെ ഈയം, പിന്നെ ഒരു സ്റ്റീലിൻ്റെ വയർ ഒരു 1/2 മീറ്റർ കേട്ടോ. ഇപ്പോൾ നല്ല ഒരു ത്രിബിൾ ഹുക്ക്, ഒരു സിംഗിൾ ഹുക്ക്. അപ്പോൾ നമ്മൾ കുറേ കാലം ഷാർക്കിനെ പിടിച്ചിട്ട് ഇന്ന് നമ്മളൊന്ന് വലക്കാൻ പോകണം. അപ്പോൾ ഒരു നെയ്സറിനെ പിടിച്ച്, ഫസ്റ്റ് ഒരു നെയ്സറിനെ പിടിച്ചണ്ട. ക്യാമറയുടെ മുഴുക്കൊക്കെ വെള്ളം തെറിപ്പിച്ച് പറയാൻ. ഇതിന് നമ്മൾ ഈ വാലിൻ്റെ ഇവിടെ ഉണ്ടോ, വാലിൻ്റെ അവിടെ ഭയങ്കര വില. ഇവിടക്ക് ഇതിനും ഒരു മുള്ളാണ്. അതാ പ്രശ്നം. പിന്നെ അതിൽ കുടയുമ്പോൾ നമ്മൾ ഈ ത്രിബിളൊക്കെ കയ്യിൽ കയറും. നല്ല ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെ വെച്ച് മറ്റത് വേറെ ഇതാ ഈ ലെവലിൽ ഇത്ര വെച്ചാൽ മതി. കടിച്ചാൽ അപ്പം പണി കിട്ടുകൊണ്ടോ. എത്ര വെക്കണുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല കാറ്റാണ്, അതടങ്ങറ്. കുറച്ചൊക്കെ ഇറങ്ങി നിന്നിട്ടിടാം. അപ്പോൾ നമ്മളെ ആ ജീവുള്ള നെയ്സറിനെ ഷാർക്കിന് വേണ്ടിയിട്ടാണ്. ഇതാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പോട്ടെ അവിടെ കിടക്കട്ടെ. കുറച്ച് കഴിഞ്ഞുണ്ടാവും എൻ്റെ മക്കളെ ഒരു പാച്ചൽ. അത് കാണേണ്ട ഒരു കാഴ്ച തന്നെ കേട്ടോ. ലൂസിൽ തന്നെ കടിച്ചിൻ്റെ ചൂണ്ടിൽ പോകണം. അതിൻ്റെ ചൂണ്ടിൽ പോകണം. കുറച്ചുകൂടി ചൂണ്ടിൽ പോകണം. തടിയിൽ കുടുങ്ങിനോണ്ട് ലൈന് കുടുങ്ങി. അച്ചോ, ഓഹോ കല്ല് കുടുങ്ങിക്കാണ് ലൈന്. പോയോ? ഇല്ലല്ല പോയിട്ടില്ല. മേലൊക്കെ പോണേ. ഓടിയിട്ട് മനസ്സിൻ്റെ പണി കഴിഞ്ഞ് പോണം ഷാർക്കാണ്. കേട്ടൊരു പണി കെട്ടും. അത് പോരാവട്ടെ, പിന്നെ ഇടങ്ങാറാക്കല്ലേ. കല്ലും കൂടെ വരുത്തിട്ടുണ്ടല്ലോ. ലൈന് കല്ലും വരുത്തി. നല്ല റാഗട്ടുന്നതാണ്. അല്ലാതെ കയറില്ലേ. അല്ല ഷാർക്ക് തന്നെ. ഷാർക്കണ്ട എന്നിട്ട് വെള്ളത്തിൽ വന്നോ. എന്താ കൂടാ. ഞാൻ കുഴങ്ങി. സാധനം ചെറുതാണ്, ഭയങ്കര ആരോഗ്യമാണ് കുഴങ്ങി. ഇങ്ങോട്ട് പോരെ ചൂണ്ടിൽ വേണ്ട മടിച്ച്
അയ്യോ ചെയ്യാം. രണ്ട് പണി കൂടി നടക്കൂല കേട്ടോ. ആ പോയി അങ്ങനെ തന്നെ ഇവിടെ ഷാർക്ക് അവിടെ ഈ ഞാൻ വരാം. ചൂണ്ടൽ വിടക്കട്ടെ, അല്ലാണ്ട് അങ്ങനെ പൊക്കാൻ പറ്റില്ല. കഫ് ചെയ്തു. അമ്മേ കുഴങ്ങി. ബ്ലാക്ക് ടക്ക് നല്ല കോപ്പ്, ഒരു 10 കിലോ 15 കിലോ ഉണ്ടാവും. വേണ്ട ഹുക്ക് കയറിക്കണണ്ട. ഹേയ് ഗൈസ്, അപ്പോൾ വീണ്ടും നമ്മളൊരു ചെറിയ നെയ്സറിനെ പിന്നെ ചെറിയ ജിഗിട്ടിട്ട് പിടിച്ചിട്ടോ. നെയ്സർ ആണെന്നാലും പോരാ, വലിയ നെയ്സറാണ്. ഇതേപോലെ ഇങ്ങനെ ഭംഗിയുള്ളത് വേണം കേട്ടോ. ഇങ്ങനെ ഭംഗിയുള്ള ടൈപ്പ് വേണം. അവൻ്റെ നമ്മൾ വാലുമ കൊടുക്കുക. കണ്ടാ ബ്ലാക്ക് ടിക്ക് തന്നെയാണ് അതും. ചങ്ങാതി ഇങ്ങനെ പെടലിൻ്റെ കൈ പോവും. അവനടുത്ത് ഇത് ശ്രദ്ധിക്കണം കേട്ടോ, നല്ല ഹുക്ക് കയ്യിൽ ഇപ്പോഴും തന്നെ കയറും. വേണ്ട അയ്യോ തുടച്ചവനെ വലിയൊരു ഷാർക്കുണ്ട് വരട്ടെ. കുറേ കാലത്തിന് ശേഷമാണ് ഷാർക്ക്. അവിടെ ആവട്ടെ. അയ്യോ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ. ഒന്ന് ഊക്കപ്പാക്കാം ഇങ്ങോട്ട് കൊണ്ടുവരാം. മാഷാ അല്ലാഹ്. കൊല്ല് ഇറങ്ങിക്കാം. ആ കല്ലിക്ക് വരടാ മോനെ. ഒന്ന് അങ്ങോട്ട് പോ, അങ്ങോട്ട് പോ. ഷാർക്ക് ഇങ്ങനെ പോവല്ലോ. അതോ ഷാർക്ക് കേട്ടെ എന്താടാ പായ. ഇത്ര ചെറുതിന് ഇത്ര വലിയ ജീവനോ. 50 കിലോ കയറ്റുവാനാടാ ഞാൻ. ആ എൻ്റെ ഹംക്കേ, ഇതാണ് ഏട്ടപ്പൻ. എടാ ഏട്ടപ്പാ, നെയ്സറിൻ്റെ മുകളിലാണ് ഇത്ര വലിയ ജീവനുണ്ടോ. ഞാൻ തെറ്റ് പൊന്തിച്ചിടും. അങ്ങോട്ട് വാ. ഞാൻ വിളിച്ചേ ചൂണ്ടലിൽ നിന്നും കിട്ടില്ല കേട്ടോ. സബൂർ കറോ ഭായി. ഇതൊരു നെയ്സർ ഇട്ടാ ഗൈസ്. നെയ്സറിൻ്റെ മുകളിൽ ഏട്ടടിച്ച് ഒരു നെയ്സർ ഇട്ടതാണ് ഞാൻ. ആ നെയ്സറിനെ അവൻ കൊണ്ടുപോയിട്ട് അണ്ട് മണിക്ക് വലിയ ഏട്ടായിട്ടാ. ഓക്കെ കുഴപ്പമില്ല. അല്ല ജഷല്ല, കെസറാൻ. 100 പൊട്ടിക്കല്ലേ. ഇത് കസറാൻ GTയുടെ പോലെയാണ് കണ്ടാൽ, പക്ഷേ കസറാൻ എന്ന് പറഞ്ഞ മീനാട്ടോ. ഓക്കെ ഗൈസ്, ഹലോ ഗൈസ്. അപ്പോൾ ഇതാണ് ഷാർക്ക്. എടാ മാഷാ അല്ലാഹ്. അല്ല മാഷാ അല്ലാഹ്, എൻ്റെ വലിപ്പമുണ്ട്. എടാ